അതിർത്തികൾ ഭേദിച്ച് ഇരച്ചുകയറുന്ന അനധികൃത കുടിയേറ്റക്കാരെ നേരിടാൻ ഒടുവിൽ യൂറോപ്പ് സൈന്യത്തെ ഇറക്കുന്നു. ഇറ്റലിക്കും സ്പെയിനും പിന്നാലെ രാജ്യസുരക്ഷയ്ക്ക് മുന്നിൽ അതിർത്തികൾ കൊട്ടിയടക്കപ്പെടുകയാണ്. നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന ശക്തമായിട്ടുള്ള താക്കീതാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മൊറോക്കയിൽ നിന്നും സ്പാനിഷ് അധീന പ്രദേശമായിട്ടുള്ള സിയൂട്ടയിലേക്ക് ആയിരക്കണക്കിന് നുഴഞ്ഞുകയറ്റക്കാർ അതിരുകടന്ന് ഇരച്ചെത്തിയതോടെയാണ് സ്പെയിൻ അടിയന്തരമായി അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ചത്. കുടിയേറ്റക്കാരുടെ തള്ളിക്കയറ്റത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായതോടെയാണ് ഈ കടുത്ത സൈനിക നടപടി. കടൽ കടന്നുള്ള ഈ കൂട്ടപലായനത്തിനിടയിൽ 18 പേർക്കാണ് ഇതിനോടകം ജീവൻ നഷ്ടപ്പെട്ടത്. അനധികൃത കുടിയേറ്റം യൂറോപ്പിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായതോടെയാണ് രാജ്യങ്ങൾ കടുത്ത പ്രതിരോധം തീർക്കുന്നത്. സിയൂട്ടയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ കുടിയേറ്റക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞതോടെ പ്രദേശത്ത് വലിയ അരാജകത്വമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് നേരിട്ട് അതിർത്തിയിലേക്ക് തിരിക്കുകയാണ്. അനധികൃതമായി രാജ്യത്ത് കടന്ന മുഴുവൻ പേരെയും മൊറോക്കോയുമായി ചേർന്ന് എത്രയും വേഗം തിരിച്ചയക്കാനാണ് സ്പെയിൻ ഇപ്പോൾ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുടിയേറ്റക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം അതിർത്തി കാക്കാൻ അന്തിമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും അല്ലെങ്കിൽ ഒരു നുഴഞ്ഞുകയറ്റത്തെയും ഇനി വെച്ച് പൊറുപ്പിക്കില്ല എന്ന അതിശക്തമായിട്ടുള്ള സന്ദേശമാണ് അതിർത്തിയിലെ ഈ സൈനിക വിന്യാസം ലോകത്തിന് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.